Hello students, welcome to the third session, this fourth module. Today we'll be doing some problems related to kinematics. So here is a problem. A small steel ball is shot vertically upwards from the top of a building. Actually this is 25 meter, okay. This is 25 meter, 20, not 5, 25 meter, okay. അതവിടെ മിസ്സായതാണ്. Above the ground with an initial velocity of 18 meter per second. 18 meter per second. In what time it will reach the maximum height? Another question. Second question, how high above the building will the ball rise? And third one, compute the velocity with which it will strike the ground and total time it is in motion. So actually we have a the initial velocity is given 18 meter per second, and the final velocity when it reaches the maximum height, അതായത് അപ്വേർഡ് മോഷനിൽ ഞാൻ അപ്വേർഡ് മോഷനാണ് ആദ്യം ഉദ്ദേശിക്കുന്നത്. മുകളിലേക്ക് ഷോർട്ട് ചെയ്തതാണ് പറയുന്നത്. അപ്പോൾ വിത്ത് ആൻ ഇനീഷ്യൽ വെലോസിറ്റി 80 മീറ്റർ പെർ സെക്കൻഡിനാണ് നമ്മൾ മുകളിലേക്ക് ബോൾ എറിയുന്നത്. അപ്പോൾ അതിൻ്റെ മാക്സിമം ഹൈറ്റ് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താവും? v=0. പിന്നെയാണ് തിരിച്ച് ഡൗൺവേർഡ് മോഷൻസ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ മുകളിലേക്കുള്ള മോഷനിൽ ആക്സലറേഷൻ എന്തായിരിക്കും? ആക്സലറേഷൻ 9.81 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയിരിക്കും. ബട്ട് ഇറ്റ് വിൽ ബി മൈനസ് ബിക്കോസ് അവിടെ റിട്ടാർഡേഷൻ ആണ്. മുകളിലേക്ക് പോകുമ്പോൾ സ്പീഡ് കുറഞ്ഞ് വെലോസിറ്റി 0യിലേക്കാണ് മൂവ് ചെയ്യുന്നത്. സ്പീഡ് ഡിക്രീസ് ചെയ്യുമ്പോൾ ആക്സലറേഷൻ നെഗറ്റീവ് ആയിരിക്കും. ഇറ്റ് വിൽ ബി റിട്ടാർഡേഷൻ. സോ എന്താണ് നമ്മളെ ഡയഗ്രാമാറ്റിക്കലി കാണിച്ചു കഴിഞ്ഞാൽ ഇത് ഗ്രൗണ്ട് ലെവലിൽ 25 മീറ്റർ എബോവ് എന്തുണ്ട്? ഒരു ബിൽഡിംഗ് ഉണ്ട്. ഇവിടെ നിന്നാണ് ബോൾ എറിയുന്നത് അല്ലേ? ബോൾ ഒരു പർട്ടിക്കുലർ ഹൈറ്റ്. ഇവിടെ u=80 എന്നുള്ള ഒരു വാല്യൂവിൽ ബോൾ എറിഞ്ഞിട്ട് v=0 എന്നുള്ളൊരു ഹൈറ്റിലേക്ക് v0 ആവുന്ന ഹൈറ്റിലേക്ക് എത്തും. നമുക്ക് കാണേണ്ടത് ക്വസ്റ്റ്യൻ ഇൻ വാട്ട് ടൈം t ആണ് കാണുന്നത്. അപ്പോൾ ഇത് അപ്വേർഡ് മോഷൻ ഞാനെല്ലാം അപ്വേർഡ് മോഷനാണ് ആദ്യം എടുക്കുന്നത്. അപ്പോൾ അപ്വേർഡ് മോഷനിലെ ടൈം t1. നമുക്കറിയാം ഇക്വേഷൻ v=u+80 എന്നുള്ള ഫസ്റ്റ് ഇക്വേഷൻ ഉണ്ട്. അതിൽ v0 u18 പ്ലസ് -9.81 ഇൻറ്റു t1 ആണ്. t1 ആണ്. അപ്പോൾ t1 ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 1.83 സെക്കൻഡ് കിട്ടും. 1.83 സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസേർഡ് ആണ്. എന്താണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ? ഇൻ വാട്ട് ടൈം ഇറ്റ് വിൽ റീച്ച് ദ മാക്സിമം ഹൈറ്റ്? 1.83 സെക്കൻഡ്. ആൻഡ് സെക്കൻഡ്, ഹൗ ഹൈ അബവ് ദ ബിൽഡിംഗ് വിൽ ദ ബോൾ റൈസ്? ഹൗ ഹൈ എന്ന് വയ്ക്കുന്നത് എച്ച് ഹൈറ്റ് അല്ലെങ്കിൽ എസ്. നമ്മൾ s=, ദാറ്റ് മീൻസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു ലെവൽ. ഈ ഡിസ്റ്റൻസ് ആണ് നമുക്കറിയേണ്ടത്. യെസ്, നമുക്കറിയാം തേർഡ് ഇക്വേഷൻ v² = u² + 2as എന്ന് പറയും. അപ്പോൾ 0=18² + 2 ഇൻറ്റു -9.81 ഇൻറ്റു s കിട്ടാൽ മതിയല്ലോ. സോ s വിൽ ബി ഈക്വൽ ടു 16.51 മീറ്റർ എന്ന് കിട്ടും. അതായത് ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എസിൻ്റെ വാല്യൂ 16.51 എന്ന് കിട്ടും. 16.51 മീറ്റർ. സോ ദ ബോൾ റീച്ചസ് എ ഹൈറ്റ് ഓഫ് 16.51 മീറ്റർ എബവ് ദി ബിൽഡിംഗ്. ബിൽഡിങ്ങിൻ്റെ ടോപ്പ് നിന്ന് ഒരു 16.51 മീറ്റർ മുകളിലെത്തും. ടോട്ടൽ ഹൈറ്റ് ഫ്രം ദ ഗ്രൗണ്ട് എന്തായിരിക്കും? ടോട്ടൽ ഹൈറ്റ് ഫ്രം ദ ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ ഇത് ഓൾറെഡി 25 ആണ്. ഇത് 25, ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് 25 ആണ്. അപ്പോൾ 16.51 + 25 ആയിരിക്കും. ദാറ്റ് മീൻസ് 41.51 മീറ്റർ. 41.51 മീറ്റർ. നമുക്കിനി കാണേണ്ടത് തേർഡ് ക്വസ്റ്റ്യനിൽ കാണേണ്ടത് കമ്പ്യൂട്ട് ദ വെലോസിറ്റി വിത്ത് വിച്ച് ഇറ്റ് വിൽ സ്ട്രൈക്ക് ദ ഗ്രൗണ്ട് ആൻഡ് ദ ടോട്ടൽ ടൈം ഇറ്റ് ഈസ് ഇൻ മോഷൻ. അപ്പോൾ നമ്മൾ ഫിഗർ നോക്കാം. തിരിച്ച് ഡൗൺവേർഡ് മോഷൻ നോക്കാം. ഡൗൺവേർഡ് മോഷനിൽ u0 ആയിട്ട് എടുക്കാം. കാരണം ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്, താഴേക്കാണ്. ഇവിടെ എത്തുമ്പോൾ ഇവിടുത്തെ v ആണ് കാണുന്നത്. ഇവിടുത്തെ v ആണ്. ഡൗൺവേർഡ് മോഷനിൽ
വി ആണ് കാണുന്നത്. അപ്പോൾ എ 9.81 ആണ് അറിയാം. എസ് പ്ലസ് എച്ച് എന്നുള്ള ഹൈറ്റാണ് അല്ലേ, എസ് പ്ലസ് എച്ച് എന്നുള്ള ഹൈറ്റ്. ഞാൻ ഒന്നുകൂടെ ഫിഗറിൽ കാണിക്കാം. യു ഈക്വൽ ടു 0 എന്നുള്ള വെലോസിറ്റിന്ന് 41.51 മീറ്റർ ഡെപ്തിലേക്ക് വി ഫൈനൽ വെലോസിറ്റി വി കാണണം. എ 9.81 ആണെന്ന് അറിയാം. അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻ അഗെയിൻ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈസ് ഈക്വൽ ടു 2as എന്ന് പറയാം. അപ്പോൾ നമുക്കിത് വി ഈസ് ഈക്വൽ ടു യു 0 ആയിപ്പോയി. ഇനീഷ്യൽ വെലോസിറ്റി 2as 2 ഇൻറ്റു 9.81 ഇൻറ്റു എസ് എന്ന് പറയുന്നത് 41.51 ആണ്. സോ സോറി വി സ്ക്വയർ ആൻഡ് V will be obtained as 28.54 meter per second. So the velocity with which the ball hits the ground is 28.54 meter per second. Okay. Now we require the time t2. So t2 is u plus a v is equal to u plus at. Here v നമുക്ക് കൺഫ്യൂഷൻ വരാണ്ടൊക്കെ നമ്മളൊക്കെ v2 u2 കിട്ടും. ഡൗൺവേർഡ് മോഷനിലെല്ലാം v2 കിട്ടും. സോ ദിസ് ഈസ് u2, ദിസ് ഈസ് v2. അപ്വേർഡ് മോഷനിൽ v1 u1 ഓക്കെ, അല്ല v1 u1 കിട്ടും. കൺഫ്യൂഷൻ ഇത് v1 u1 സോറി u2 v2 രണ്ട് ഡിഫറെൻറ്റ് കേസസ് ആണ്. ഓക്കെ, സോ v2 വിൽ ബി u2 പ്ലസ് a t2 and a is again 9.81. So v2 is 28.54 u2 0 9.81 into t2. So t2 is again 2.91 seconds. Okay, 2.91 seconds. So the question is total time it is in motion. Total time it is in motion will be t1 plus t2. That means 1.83 t1 1.83 t2 2.91. Total time of 4.74 seconds. So for this much amount of time the ball was in motion. Okay, hope you have understood this problem. Two trains A and B leave the same station in parallel lines. Train A starts with a uniform acceleration 0.15 meter per second square and attains a speed of 27 kilometer per hour when the steam is reduced to keep speed constant. The train B leaves 40 seconds later with uniform acceleration of 0.3 meter per second square to attain a maximum speed of 54 km per hour. When and where will B overtake A? നമുക്കറിയാം നമ്മുടെ കയ്യിൽ രണ്ട് ട്രെയിൻ ഉണ്ട്, എ ആൻഡ് ബി. എ സ്റ്റാർട്ട് ചെയ്യുന്നത് യൂണിഫോം ആക്സലറേഷൻ ഓഫ് 0.15 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആൻഡ് അറ്റൈൻസ് എ സ്പീഡ് ഓഫ് 27 കിലോമീറ്റർ പെർ അവർ ആണെന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് കഴിഞ്ഞിട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ട്രെയിൻ ബി എ ലീവ് ചെയ്ത് ഒരു 40 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നിന്ന് ഒരു യൂണിഫോം ആക്സലറേഷൻ 0.3 വെച്ചിട്ട് മാക്സിമം സ്പീഡ് 54 കിലോമീറ്റർ പെർ അവർ അറ്റൈൻ ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ എപ്പോഴാണ് ഏത് ദൂരത്ത് വെച്ചാണ് ബി എനെ ഓവർടേക്ക് ചെയ്യാതാണ്. കാരണം ബിയുടെ സ്പീഡ് സ്വാഭാവികമായിട്ടും എയുടെ സ്പീഡിനെക്കാട്ടിയും കൂടുതൽ എത്തുന്നുണ്ട് അല്ലേ. കോൺസ്റ്റൻറ്റ് സ്പീഡ് ഓഫ് എ എന്ന് പറയുന്നത് എത്രയാണ്? 27 കിലോമീറ്റർ പെർ അവർ. ദാറ്റ് മീൻസ് ഇതിനെ മീറ്റർ, കാരണം നമ്മളെല്ലാം SI യൂണിറ്റിലേക്ക് മാറ്റുന്നുണ്ട്. കാരണം എല്ലാം ബാക്കിയുള്ള മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ സെക്കൻഡ്സ് ഇതൊക്കെ ഉണ്ടാകുമ്പോൾ സ്പീഡും മീറ്റർ പെർ സെക്കൻഡിലാവുന്നതാണ് നല്ലത്. 27 ഇൻറ്റു 5/18 ചെയ്താൽ നമുക്ക് മീറ്റർ പെർ സെക്കൻഡ് 5/18. അപ്പോൾ 27 ഇൻറ്റു 5/18 എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് 7.5 മീറ്റർ പെർ സെക്കൻഡ്
സ്പീഡ് ഓഫ് എയുടെ സ്പീഡ് 7.5. സിമിലർലി ബിയുടെ സ്പീഡ് 54 km/h എന്നാണ്. സോ ഇറ്റ് മീൻസ് 54 × 5/18 m/s. That means 15 m/s. 15 m/s. Okay. Suppose let the train B overtakes A after ഒരു ടി സെക്കൻഡ് നമ്മൾ അസ്യൂം ചെയ്യുന്നു ടി സെക്കൻഡ്സ് ആൻഡ് അറ്റ് എ ഡിസ്റ്റൻസ് എസ് മീറ്റർ ഡിസ്റ്റൻസിൽ ടി സെക്കൻഡ്സ് ടൈമിൽ ബി എനെ ഓവർടേക്ക് എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം മോഷൻ ഓഫ് എ നമുക്ക് ആദ്യം എടുക്കാം. മോഷൻ ഓഫ് എയിൽ സപ്പോസ് യു എ എന്ന് പറയുന്നത് 0 ആണ്. 0 വെലോസിറ്റിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, വി എ എന്ന് പറയുന്നത് എത്ര? ഫൈനൽ വെലോസിറ്റി ഒരു യൂണിഫോം വെലോസിറ്റിയിലേക്ക് എത്തുന്നുണ്ട്. എന്താണ്? 7.5 m/s ആണ്. ആക്സിലറേഷൻ 0.15 ആണെന്ന് അറിയാം, m/s² ആണെന്നറിയാം. ടൈം ടി എ ടു റീച്ച് ടൈം ടി മേ ബി ടൈം ടി എ to reach the constant velocity VA should be found out. So we can use the equation VA is equal to UA plus ATA. That means 7.5 is equal to 0 plus 0.15 into TA. So TA is nothing but 50 seconds എന്ന് കിട്ടും. 50 സെക്കൻഡിലാണ് എ എന്നുള്ള ട്രെയിൻ 0.15 m/s² ആക്സലറേഷൻ വെച്ചിട്ട് 7.5 m/s എന്നുള്ള ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡിലേക്ക് എത്തുന്നത്. ഓക്കെ, അപ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽ എത്രയായിരിക്കും? ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ ഇൻ ടൈം ടി എ എന്ന് വെച്ചാൽ എന്താണ്? ടി എന്ന് വെച്ചാൽ ടൈം ടേക്കൺ ടു റീച്ച് 7.5 m/s എന്നുള്ള, അതായത് ടി എ എന്നുള്ള ടൈം എന്താണ്? 7.5 m/s എന്നുള്ള യൂണിഫോം സ്പീഡ് എത്തുവാനുള്ള ടൈം മാത്രമാണ് ടി എ. ഓക്കെ, അപ്പോൾ ആ ടൈം ടി എയിൽ സഞ്ചരിച്ച ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ എസ് ഈസ് ഈക്വൽ ടു സപ്പോസ് എസ് എ നടത്തും. എസ് എ എന്ന് വെച്ചാൽ യു എ ടി എ പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ അല്ലേ? ATA². യു എ 0 പോയി. ഹാഫ് എന്ന് വെച്ചാൽ 0.15, ടി എന്ന് വെച്ചാൽ 50 സ്ക്വയറാണ്. അപ്പോൾ ഇത് യു വിൽ ഗെറ്റ് SAS 7.50 into 7 half into 50 into 7.5 വരും. അതായത് 50 സ്ക്വയർ. അതിൽ ഒരു 50 into 0.15 ചെയ്താൽ 0.75 വരും. പക്ഷെ നമുക്കറിയാം, നമ്മൾ ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് എയുടെ കേസ് വരച്ച് കഴിഞ്ഞാൽ, വെലോസിറ്റി ടൈം കർവ് എടുത്തു കഴിഞ്ഞാൽ, ആദ്യം 0 വെലോസിറ്റിയിൽ ടി എന്നുള്ളൊരു ടൈം വരെ, ഇവിടെ ടി എന്നുള്ള ടൈം ആകുമ്പോൾ യൂണിഫോം ആക്സലേഷനിൽ 7.5 എന്നുള്ളൊരു 7.5 m/s എന്നുള്ള വെലോസിറ്റി എത്തി. അവിടെ നിന്ന് അങ്ങോട്ട് കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ ഏത് ടൈം വരെ? നമ്മളെ ടൈം ടി, നമ്മൾ മറ്റേ ബി ഓവർടേക്ക് ചെയ്യുന്ന ടൈം ടി, ആ ടി വരെ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കർവ് അണ്ടർ ദിസ് ഗ്രാഫാണ് ഡിസ്റ്റൻസ് ട്രാവൽ. നമ്മൾ ഓൾറെഡി പഠിച്ചാണ്. കർവ് അണ്ടർ ദി വെലോസിറ്റി ടൈം കർവിൻ്റെ ഏരിയയാണ് ഡിസ്റ്റൻസ് ട്രാവൽ. അപ്പോൾ ഈ ഏരിയ എന്തായിരിക്കും? ഈ ഒരു പർട്ടിക്കുലർ ഏരിയ വെച്ചാൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ആഫ്റ്റർ റീച്ചിങ് ദി കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയാണ്.
അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ എന്ന് വെച്ചാൽ അപ്പോൾ ഈ ഏരിയ എത്രയായിരിക്കും? ആക്ച്വലി ഇത് 7.5, ഇത് 7.5, ഇത് ടി മൈനസ് ടി എ. അപ്പോൾ ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 7.5 ഇൻറ്റു ടി മൈനസ് ടി എ ആണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് പ്ലസ് നേരത്തെ നമ്മൾ ഈ ഒരു ഡിസ്റ്റൻസും ഉണ്ട്. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് വെച്ചാൽ പ്ലസ് ഹാഫ് 50 ഇൻറ്റു 7.5 എന്നുള്ളൊരു ഡിസ്റ്റൻസും ഉണ്ട്. ഹാഫ് 50 ഇൻറ്റു 7.5 ഇത്രയും ഡിസ്റ്റൻസ് ടോട്ടൽ ഡിസ്റ്റൻസ് വെച്ചാൽ നമ്മൾ എസ് ആണല്ലോ നമ്മൾ എടുത്തത്. അതായത് ഓവർടേക്ക് ചെയ്യപ്പെടുന്ന ഡിസ്റ്റൻസ് എസ് ആയിട്ടാണ് എടുത്തത്. അതായത് ഡിസ്റ്റൻസ് എസ്സിലാണ്, ടൈം ടിയിൽ ഡിസ്റ്റൻസ് എസ് ട്രാവൽ ചെയ്യുന്നതാണ് പറയുന്നത്. ആ ഡിസ്റ്റൻസാണ് ഇത്, ഇത്. ദാറ്റ് മീൻസ് ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി ടി എ 50 ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ടി എ 7.5 ഇൻറ്റു ടി മൈനസ് 50 ഇത് എല്ലാം സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 7.5 ടി മൈനസ് 187.5 എന്ന് കിട്ടും. ഇത് സിംപ്ലി ടി എക്ക് 50 കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എസ് ഈസ് ഈക്വൽ ടു ഇത്ര കിട്ടും. ഓക്കെ, ഇനി നമുക്ക് മോഷൻ ഓഫ് ബി നോക്കാം. മോഷൻ ഓഫ് ബി വി ബി ഈസ് ഈക്വൽ ടു യു ബി പ്ലസ് എ ബി ഇൻറ്റു ടി ബി. വി ബി എന്ന് പറയുന്നത് ഒരു 15 മീറ്റർ പെർ സെക്കൻഡ്, യൂണിഫോം സ്പീഡ് ഓഫ് 15 മീറ്റർ പെർ സെക്കൻഡ് എത്തുന്ന പറയുന്നത്. യു ബി 0 ആണ്. അഗൈൻ എ ബി 0.3 ആണ്. ടി ബി കാണണം. സോ ടി ബി വിൽ ബി ഒബ്റ്റൈൻഡ് ആസ് 50 സെക്കൻഡ്സ്. അഗൈൻ 50 സെക്കൻഡ് തന്നെ കിട്ടും. ഡിസ്റ്റൻസ് ട്രാവൽഡ് എസ് ബി, അതായത് ടി ബി എന്നുള്ള ടൈമിൽ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എസ് ബി. ഇവിടെ ഇതായിരുന്നു എസ് എ ഏട്ടാ, ഈ ഒരു ഡിസ്റ്റൻസ് ആയിരുന്നു നമ്മൾ എസ് എ എന്ന് എഴുതിയത്. ഇതാണ് എസ് എ എന്നുള്ള ഡിസ്റ്റൻസ്, അതായത് ഈ ഗ്രാഫിൻ്റെ അണ്ടറിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ടേം ആയിരുന്നു എസ് എ. മറ്റേ ടേമാണ് ഈ ഏരിയ ആണ് നമ്മൾ ഇത് കിട്ടിയത്. ഇത് വെച്ചാൽ ഈ ട്രയാങ്കിൾ വരുന്ന ഏരിയ ആണ്. ഓക്കെ, അതേപോലെ നമുക്ക് ഇവിടെയും വരക്കാം. ഇവിടെ വരക്കുന്നതിന് മുമ്പ് എസ് ബി ഈസ് ഈക്വൽ ടു അഗെയിൻ യു ബി ടി ബി പ്ലസ് ഹാഫ് എ ബി ടി ബി സ്ക്വയർ. ഇതിൽ യു ബി 0 ആയതുകൊണ്ട് ഹാഫ് എ ബി എന്ന് വെച്ചാൽ ഹാഫ് 0.3 ഇൻറ്റു അഗെയിൻ 50 ഇൻറ്റു 50. ദാറ്റ് മീൻസ് 50 ഹാഫ് 50 ഇൻറ്റു 15, 0.3 ഇൻറ്റു 50 15 വരും. പക്ഷേ നമ്മൾ ബിയുടെ വെലോസിറ്റി ടൈം ഗ്രാഫ് വരച്ചാൽ അഗെയിൻ ആദ്യം 0 യൂണിഫോം വെലോസിറ്റി ഏത് 15 മീറ്റർ പെർ സെക്കൻഡ് വരെ എത്തി. പിന്നെ ഇവിടുന്ന് അതേത് ടൈമിൽ ടി ബി എന്നുള്ള ടൈമിൽ പിന്നെ ടി വരെ യൂണിഫോം വെലോസിറ്റിയിലാണ്. അപ്പോൾ ടി വരെയുള്ള ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ടി മൈനസ് ടി ബി എന്നുള്ള ഈ ഡിസ്റ്റൻസ് ടി മൈനസ് ടി ബി ആണ് ഇൻറ്റു വെലോസിറ്റി 15. സോ ടോട്ടൽ ഡിസ്റ്റൻസ് എസ് ഈസ് അഗെയിൻ ഇത് രണ്ടും ആഡ് ചെയ്യണം അല്ലേ. ഹാഫ് 50 ഇൻറ്റു 15 ഹാഫ് 50 ഇൻറ്റു 15 പ്ലസ് 15 ഇൻറ്റു ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, സോറി. നമ്മൾ ആക്ച്വലി ഇത് 40 സെക്കൻഡ്സ് ലേറ്ററാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, 40 സെക്കൻഡ്സ് ലേറ്ററാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫ് ബിയുടെ വെലോസിറ്റി ടൈം ഗ്രാഫ് എടുക്കുമ്പോൾ വെലോസിറ്റി ഇങ്ങനെ ഇവിടെ ഒരു 40 സെക്കൻഡ്സ് കഴിഞ്ഞിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ പോകണം. ഓക്കെ, ഇതാണ് 15 മീറ്റർ പെർ സെക്കൻഡ്. ശ്രദ്ധിക്കുക, ഈ ടൈം എന്ന് വെച്ചാൽ ടി ബി എന്നുള്ള ടൈമാണ്. ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ടൈം ടി ബി, ഇത് ഈ ടൈം ടി.
ഇപ്പോൾ ഇതിൽ ചേഞ്ച് വരുന്നത് വെച്ചാൽ ഇതൊക്കെയാണ്, കാരണം ഇത് വെച്ചാൽ ഈ ഏരിയ ആണ്, ഇതൊക്കെയാണ്. പിന്നെ 15 ഇൻറ്റു നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് കിട്ടണം. ഈ ഒരു ഡിസ്റ്റൻസ് ഏതാണ്? ഈ ഒരു ഡിസ്റ്റൻസ് കിട്ടണം. ഈ ഒരു ഡിസ്റ്റൻസ് വെച്ചാൽ ആക്ച്വലി ടോട്ടൽ ടൈം ടി എന്ന് ഇതല്ലേ, ഇത് ടി ആണ്. 0 ഇത് 0, ഇത് ടി. ടിന്ന് ടി മൈനസ് ടി ബി മൈനസ് 40 ചെയ്താൽ ഇത് കിട്ടും അല്ലേ. ടോട്ടൽ ടിന്ന് ടി ബി മൈനസ് ആണ് 40 മൈനസ് ആണ്, ടി മൈനസ് ടി ബി മൈനസ് 40. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ഹിയർ ടി മൈനസ് ടി ബി മൈനസ് 40. That means half 50 into 15 plus 15 into t minus tb എന്ന് പറയുന്നത് again 50 minus 40. This simplify ചെയ്ത് കഴിഞ്ഞാൽ you will get 15t minus 975 എന്ന് കിട്ടും, minus 975 എന്ന് കിട്ടും. പക്ഷേ ഈ എസ്സും നമുക്ക് ഇവിടെ കിട്ടിയ എസ്സും സെയിം ആണ്, രണ്ടും സെയിം ഡിസ്റ്റൻസ് ആണ്. അതായത് എയും ബിയും ഒന്നിച്ചെത്തുന്ന ഒരു ടൈമാണിത്. എയും ബിയും ഒന്നിച്ചെത്തുന്ന ടൈം, അല്ലെങ്കിൽ ഒന്നിച്ചെത്തുന്ന ടൈം ടി ആണ്, ഒന്നിച്ചെത്തുന്ന ഡിസ്റ്റൻസ് എസ് ആണ്. അങ്ങനെയാണെങ്കിൽ ആദ്യം കിട്ടിയ എസ് 7.5 ടി മൈനസ് 187.5, അതായത് ഇക്വേഷൻ 1 എന്നല്ല, ഇത് ഇക്വേഷൻ 1, ഇത് ഇക്വേഷൻ 2. Equation 1 is equal to equation 2. So 7.5t minus 187.5 should be equal to 15t minus 975. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ടി ആസ് 105 സെക്കൻഡ്. അപ്പോൾ ഇത് രണ്ടും ഒന്നിച്ചെത്തുന്ന ടൈം അല്ലെങ്കിൽ ഓവർടേക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് 105 സെക്കൻഡാണ്. 105 സെക്കൻഡാണ്. ഓക്കെ, ഇനി എത്ര എസ് എങ്ങനെ കിട്ടും? എസ് എന്ന് പറയുന്നത് 15t മൈനസ് 975 എന്നുള്ള ഇക്വേഷനിൽ ടിക്ക് എന്ത് കൊടുക്കാം? 105 കൊടുക്കാം, മൈനസ് 975. സോ ഇത് ഒരു 600 മീറ്റർ. അപ്പോൾ ട്രെയിൻ ബി 105 സെക്കൻഡിൽ 105ാമത്തെ സെക്കൻഡിൽ ഓവർടേക്ക് ചെയ്യും, ട്രെയിൻ ചെയ്യണം ഓവർടേക്ക് ചെയ്യും. അതായത് 600 മീറ്റർ ഡിസ്റ്റൻസ് രണ്ടും കവർ ചെയ്യും. പക്ഷെ ട്രെയിൻ ബി 40 സെക്കൻഡ് ഡിലേകളാണ് തുടങ്ങുന്നതെങ്കിലും ട്രെയിൻ എ സ്റ്റാർട്ട് ചെയ്ത് 105ാമത്തെ സെക്കൻഡിൽ തന്നെ ട്രെയിൻ ബി അതിനെ ഓവർടേക്ക് ചെയ്യും. അപ്പോഴേക്ക് രണ്ടും ഏകദേശം 600 മീറ്റർ കവർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടിയെന്ന് മനസ്സിലാവണം. അപ്പോൾ ഇവിടെ ഒരു കോമ്പിനേഷൻ ഓഫ് മോഷനാണ്. ഇവിടെ ഈ സെക്ഷൻ എന്ന് വെച്ചാൽ, ഈ ഒരു പാർട്ട് എന്ന് വെച്ചാൽ ട്രെയിൻ ഈസ് മൂവിങ് വിത്ത് ആൻ യൂണിഫോം ആക്സലറേഷൻ ആണ്, വേരിയിങ് വെലോസിറ്റിയാണ്. ഇവിടെ ട്രെയിൻ ഈസ് മൂവിങ് വിത്ത് 0 ആക്സലറേഷൻ ബട്ട് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി. രണ്ട് ഡിഫറെൻറ്റ് കേസസ് ആണ്, പുറത്ത് വെക്കാം കേട്ടോ. ഇനി ഒരു ക്വസ്റ്റ്യൻ, ഒരു വേരിയിങ് ആക്സലറേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. The motion of a particle moving in a straight line is given by the expression s equal to t cube minus 3t square plus 2t plus 5. അപ്പോൾ ഡിസ്റ്റൻസിൻ്റെ ഒരു ഫങ്ഷൻ തന്നിട്ടുണ്ട്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഫങ്ഷൻ ഓഫ് ടൈം, 3t സ്ക്വയർ പ്ലസ് 2t പ്ലസ് 5 എന്നുള്ളൊരു ഫങ്ഷൻ തന്നിട്ടുണ്ട്. വേർ s is the displacement in meter and t is the time in seconds. Determine velocity and acceleration after 4 seconds. Maximum or minimum velocity and corresponding displacement. Third, time at which velocity is 0. നമുക്കറിയാം എസ് എന്ന് കഴിഞ്ഞാൽ ഡി എസ് ബൈ ഡി ടി ആണ് എന്ത്? വെലോസിറ്റി. ഡി വി ബൈ ഡി ടി ആണ് എന്ത്? ആക്സലറേഷൻ. ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. ആക്സലറേഷൻ ഡി വി ബൈ ഡി ടി ആണെങ്കിൽ നമുക്ക് അതിന് വേറൊരു ഫോമിലും കൂടെ എഴുതാം. ഡി വി ബൈ ഡി ടിക്ക് പകരം ഡി വി ബൈ ഡി എസ് ഇൻറ്റു ഡി എസ് ബൈ ഡി ടി എന്നാക്കാം. സോ ഡി എസ് ബൈ ഡി ടി എന്ന് വെച്ചാൽ എന്താണ്? ഡി എസ് ബൈ ഡി ടി എന്ന് വെച്ചാൽ വെലോസിറ്റിയാണ്. സോ ഇതിന് നമുക്ക് വെലോസിറ്റി ഈ ഫോമിൽ എഴുതാം.
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കാം. നമുക്കിവിടെ എസിൻ്റെ ഫങ്ഷൻ ടി ക്യൂബ് മൈനസ് 2t² പ്ലസ് 3t² അല്ലേ, 3t² പ്ലസ് 2t പ്ലസ് 5 തന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും യു വിൽ ഗെറ്റ് വെലോസിറ്റി എസ് ds/dt. ദാറ്റ് മീൻസ് ഡിഫറൻഷിയേറ്റിംഗ് ദിസ് ഇക്വേഷൻ d/dt ഓഫ് ടി ക്യൂബ് മൈനസ് എസ് എന്ന് വെച്ചാൽ ടി ക്യൂബ് മൈനസ് 3t² പ്ലസ് 2t പ്ലസ് 5. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ടി ക്യൂബ് എന്ന് വെച്ചാൽ 3t² വരും, 3t² ചെയ്താൽ 6t വരും, -6t വരും, പ്ലസ് 2 5ൻ്റെ 0 വരും. ഇതാണ് വെലോസിറ്റിയുടെ ഇക്വേഷൻ. വെലോസിറ്റിയുടെ ഫംഗ്ഷൻ ഇതാണ്. ഇത് ഡിസ്പ്ലേസ്മെൻറ്റ് ഫംഗ്ഷൻ, ഇത് വെലോസിറ്റി ഫംഗ്ഷൻ. ഇനി വേണമെങ്കിൽ ആക്സലറേഷൻ്റെ ഫംഗ്ഷൻ ഒന്ന് കാണാം. ആക്സലറേഷൻ്റെ ഫംഗ്ഷൻ d/dt ഓഫ് വി ആണ് ആക്സലറേഷൻ. ദറ്റ് മീൻസ് d/dt ഓഫ് വി ഓൾറെഡി നമുക്ക് 3t² മൈനസ് 6t 3t² മൈനസ് 6t പ്ലസ് 2 എന്ന് കിട്ടി. സോ 3t² ചെയ്താൽ 6t വരും, -6 വരും. സോ എയുടെ ഫംഗ്ഷൻ നമുക്ക് 3 ഫംഗ്ഷനും കിട്ടി. എസിൻ്റെ ഫംഗ്ഷൻ കിട്ടി, വിയുടെ ഫംഗ്ഷൻ കിട്ടി, എയുടെ ഫംഗ്ഷൻ കിട്ടി. നമുക്ക് എന്താണ് ചോദ്യം? സോ ഡിറ്റർമിൻ ദ വെലോസിറ്റി ആൻഡ് ആക്സലറേഷൻ ആഫ്റ്റർ 4 സെക്കൻഡ്സ്. വെലോസിറ്റി ആൻഡ് ആക്സലറേഷൻ ആഫ്റ്റർ 4 സെക്കൻഡ് വെച്ചാൽ വെലോസിറ്റിയുടെ ഇക്വേഷനിൽ ടിക്ക് 4 കൊടുക്കാം, ആക്സലറേഷൻ്റെ ഇക്വേഷനിൽ ടിക്ക് 4 കൊടുക്കാം. അപ്പോൾ ഈ ആക്സലറേഷൻ ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് ടൈം എന്ന് വെച്ചാൽ എന്താണ്? ആക്സലറേഷൻ = 6t - t എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ആക്സലറേഷൻ വേരീസ് വിത്ത് ടൈം എന്നാണ്. ഈ ഇക്വേഷൻ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ നേരത്തെ കേസ് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ആക്സലറേഷൻ ഒരു 0.3 m/s² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്, യൂണിഫോം ആക്സലറേഷൻ ആണ്. പക്ഷേ a = 6t - 6 എന്ന് വെച്ചാൽ ടിയുടെ വാല്യൂവിനനുസരിച്ചിട്ട് എ മാറിക്കൊണ്ടിരിക്കും. സോ എ ഈസ് നോൺ യൂണിഫോം, വേരിയിങ് ആക്സലറേഷൻ. സോ ദിസ് ഈസ് എ പ്രോബ്ലം ഓഫ് വേരിയിങ് ആക്സലറേഷൻ. So acceleration has got no constant value, it varies with the time. So here നമുക്ക് ചോദിച്ചിരിക്കുന്നത് after 4 seconds വെലോസിറ്റി കാണണം, ആക്സലറേഷൻ കാണണം. വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്ന് വെച്ചാൽ 3t² മൈനസ് 6t പ്ലസ് 2 ആണ്. അപ്പോൾ ടിക്ക് എന്ത് കൊടുത്താൽ മതി? 4 4² -6 × 4 പ്ലസ് 2 ദറ്റ് വിൽ ബി 26 m/s. നിങ്ങൾ ഡയറക്റ്റ് വെലോസിറ്റി ആഫ്റ്റർ 4 seconds വെലോസിറ്റി ഈസ് ഈക്വൽ ടു 26 m/s ആൻഡ് ആക്സലറേഷൻ = 60 - 6. That means 6 × 4 - 6, that means 24 - 6, that is 18 m/s² ആണെന്ത്? m/s² ആണെന്ത്? Acceleration after 4 seconds. After 4 seconds acceleration 18 m/s² ആണ്. നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? maximum or minimum velocity and corresponding displacement. Maximum or minimum velocity, max or minimum velocity ആണ്. minimum velocity, maximum or minimum velocity എന്ന് വെച്ചാൽ ഒരു ഫംഗ്ഷൻ, നമുക്കൊരു ഫംഗ്ഷൻ എഫ് ഉണ്ട്. ഈ ഫംഗ്ഷൻ്റെ മാക്സിമം കാണണമെങ്കിൽ ഈ ഫംഗ്ഷൻ ദിസ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ടൈം ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? df/dt = 0 ആവുന്ന ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുന്ന ടി കണ്ടുപിടിച്ചാൽ മതി. ഇഫ് ഫംഗ്ഷൻ ഇസ് എ ടൈം ഫംഗ്ഷൻ ഇൻ ടൈം. നിങ്ങൾ മാക്സിമം ഓർ മിനിമം ഒക്കെ മാക്സിൽ പഠിച്ചിട്ടുണ്ടാവുന്ന തോന്നുന്നു. അപ്പോൾ മാക്സിമം ഓർ മിനിമം ഓഫ് എ ഫംഗ്ഷൻ ആണെങ്കിൽ അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ഇവിടെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത് ടൈമാണ്. എന്നിട്ട് അത് വിത്ത് 0 ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ വെലോസിറ്റിയുടെ മാക്സിമം ഓർ മിനിമം ആണ് dv/dt = 0 കൊടുക്കാം. ദാറ്റ് മീൻസ് dv/dt എന്ന് വെച്ചാൽ ആക്സലറേഷൻ ആണ്. ആക്സലറേഷൻ 0 ആവുന്ന പോയിന്റ്, ആക്സലറേഷൻ 0 ആവുന്ന വെച്ചാൽ 60 - 6 എന്നുള്ള ഫംഗ്ഷൻ 0 ആവണം അല്ലേ? സോ 60 - 6 0 ആവണമെങ്കിൽ 60 = 6 ആണ്, t = എന്താണ്? 1 ആണ്. ഈ 1 സെക്കൻഡിൽ
അപ്പോൾ 1 സെക്കൻഡിൽ ആണ് മാക്സിമ ഓർ മിനിമ കിട്ടുക. മാക്സ് ഓർ മിനിമ 1 സെക്കൻഡ് കഴിഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് വെലോസിറ്റിയുടെ വാല്യൂ ആണ്, വെലോസിറ്റിയുടെ മാക്സിമം ഓർ മിനിമം വാല്യൂ ആണ് കാണേണ്ടത്. അപ്പോൾ വെലോസിറ്റിയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് 3t² - 6t + 2. അപ്പോൾ അറ്റ് t = 1 സെക്കൻഡ് v is equal to 3 × 1² - 6 × 1 + 2 ആണ്. 3 - 6 എന്ന് വെച്ചാൽ -3 + 2 -1 m/s. അപ്പോൾ ഇത് മിനിമം വെലോസിറ്റിയാണ്. ഇത് മിനിമം വെലോസിറ്റി. നമുക്ക് മിനിമം വെലോസിറ്റിയാണ് കിട്ടുക. മിനിമം വെലോസിറ്റി മിനിമം വെലോസിറ്റി ഈസ് ഈക്വൽ ടു -1 m/s. ഓക്കെ. അപ്പോൾ നമുക്ക് വെലോസിറ്റിയുടെ ഡയറക്ഷൻ ചേഞ്ച് ആവുന്നതാണ് ഇതിൻ്റെ അർത്ഥം. ഓക്കെ. വെലോസിറ്റി നെഗറ്റീവ് ആവാം. നിങ്ങൾ എങ്ങനെയാണ് വെലോസിറ്റി നെഗറ്റീവ് ആവുക? വെലോസിറ്റി നെഗറ്റീവ് ആവുന്ന വെച്ചാൽ അതിൻ്റെ ഡയറക്ഷൻ മാറുന്നതാണ്. മാഗ്നിറ്റ്യൂഡ് 1 ആണ്, പക്ഷേ അതിൻ്റെ ഡയറക്ഷൻ നേരെ ഓപ്പോസിറ്റ് ആണ്. അതാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, റൈറ്റ്. നൗ അടുത്ത എന്താണ് വേണ്ടത്? ടൈം അറ്റ് വിച്ച് വെലോസിറ്റി 0. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ടൈം അറ്റ് വിച്ച് വെലോസിറ്റി 0. വെലോസിറ്റി 0 ആവുന്ന ടൈമാണ്. അപ്പോൾ വെലോസിറ്റിയുടെ ഇക്വേഷൻ 3t² - 6t + 2 ആണ്. ഇത് 0 ആവുന്നത് എപ്പോഴാണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യണമെങ്കിൽ t is equal to -b അല്ലേ? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് -6 ± √b² - 4ac. b² എന്ന് വെച്ചാൽ -6² + 4ac. 4 × a എന്ന് പറയുന്നത് 3 ആണ്, c എന്ന് പറയുന്നത് 2 ആണ്, / 2a. അപ്പോൾ നിങ്ങൾക്ക് ടിക്ക് ഒരു പോസിറ്റീവ് വാല്യൂ, ടിക്ക് പോസിറ്റീവ് വാല്യൂ മാത്രമേ എടുക്കാൻ പറ്റൂ. രണ്ട് വാല്യൂ കിട്ടും. 1.577, കാരണം ഇത് ± ഉണ്ടല്ലോ. അപ്പോൾ പ്ലസ് യൂസ് ചെയ്താൽ ഒരു വാല്യൂ കിട്ടും, മൈനസ് യൂസ് ചെയ്താൽ വേറൊരു വാല്യൂ കിട്ടും. രണ്ട് വാല്യൂ കിട്ടും. 0.423 സെക്കൻഡ്സും കിട്ടും. അപ്പോൾ വെലോസിറ്റി 0 ആവുന്നത്, വെലോസിറ്റി വിൽ ബി 0 at 1.577 സെക്കൻഡ് ആൻഡ് 0.423 സെക്കൻഡ്. ഓക്കെ. രണ്ട് ടൈമിൽ വെലോസിറ്റി 0 ആയിരിക്കും. രണ്ട് ടൈമിൽ വെലോസിറ്റി 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു 1 സെക്കൻഡ് ആക്ച്വലി ഇവിടെ നോക്കാം. ഇപ്പോൾ ടൈം ഈക്വൽ ടു 1 സെക്കൻഡിൽ എന്തായി? വെലോസിറ്റി -1 m/s എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ആക്ച്വലി ഇവിടെ ഇക്വേഷൻ നോക്കാം. v is equal to 3t² - 6t + 2 ആണ്. ഇവിടെ ഇനീഷ്യൽ ടൈം t 0 ആകുമ്പോൾ വെലോസിറ്റി എന്ന് പറയുന്നത് 2 ആണ്. ഇത് 0, ഇത് 0. 2 m/s സ്റ്റാർട്ട് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, 2 m/s സ്റ്റാർട്ട് ചെയ്തത്. 2 m/s സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ ടൈം t = 0-ൽ വെലോസിറ്റി 2 ആയിരുന്നു. t = 0.423 എത്തുമ്പോൾ വെലോസിറ്റി 0 ആവുന്നുണ്ട്. കണ്ടോ? 0.423 സെക്കൻഡിൽ വെലോസിറ്റി 0 ആവുന്നുണ്ട്. വെലോസിറ്റി കുറഞ്ഞു വരുന്നത്. t = 1 സെക്കൻഡിൽ വെലോസിറ്റി പിന്നെ നെഗറ്റീവ് -1 കണ്ടില്ലേ? നമുക്കിവിടെ ഒരു -1 വന്നു, റൈറ്റ്. പിന്നെ t = എത്രയാണ്? 1.577 അഗെയിൻ തിരിഞ്ഞ് v = 0 തന്നെ എത്തുന്നുണ്ട്. അപ്പോൾ 2 എന്ന് പറഞ്ഞ് 0-ലേക്ക് എത്തി, 0 എന്ന് പറഞ്ഞ് വീണ്ടും -1-ലേക്ക് എത്തി, -1 പിന്നെ കൂടി 0-ലേക്ക് എത്തി, പിന്നെ അങ്ങോട്ട് കൂടുന്നതായിരിക്കും. സോ ഇങ്ങനെയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? ഇങ്ങനെ വരുന്നത് എന്താ വെച്ചാൽ ആക്സലറേഷൻ ഫംഗ്ഷൻ നിങ്ങൾ നോക്കുക. ആക്സലറേഷൻ ഫംഗ്ഷൻ കോൺസ്റ്റൻ്റ് അല്ല, കോൺസ്റ്റൻ്റ് ആക്സലറേഷൻ അല്ല. അത് ഡിസിലറേഷൻ ആണോ ആക്സലറേഷൻ ആണെന്ന് പറയാൻ പറ്റും. കാരണം ആദ്യം ടിക്ക് 0 കൊടുക്കുമ്പോൾ ചിലപ്പോൾ എ എന്ന് പറയുന്നത് -6 ആണ്, ഡിസിലറേഷൻ ആണ് അവർ റിട്ടാർഡേഷൻ ആണ്. പക്ഷേ ടിയുടെ വാല്യൂ 1 ആകുമ്പോൾ
6 into 1 minus 6 0 ആവുന്നുണ്ട്, ആക്സലേഷൻ 0 ആവുന്നുണ്ട്. ടിയുടെ വാല്യൂ 2 ആകുമ്പോൾ 2 into 6 12, 12 minus 6 6 എന്നുവെച്ചാൽ പോസിറ്റീവ് ആക്സലേഷൻ. പോസിറ്റീവ് ആക്സലേഷൻ എന്ന് വെച്ചാൽ സ്പീഡ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ആദ്യം സ്പീഡ് ഡിക്രീസ് ചെയ്ത് 0-ലെത്തി, പിന്നെ -1 എത്തി, പിന്നെ വീണ്ടും കൂടുന്നതാണ്. അപ്പോൾ ഇതൊരു ഈ വേരിയിങ് ആക്സലേഷൻ എന്ന് വെച്ചാൽ ഇവിടെ ഒരു കോമ്പിനേഷൻ ഓഫ്, അതായത് പെർട്ടിക്കുലർ ഡയറക്ഷനിൽ തന്നെ സ്പീഡ് ചേഞ്ച് ചെയ്യണമെന്നില്ല. സ്പീഡ് ചിലപ്പോൾ ഈ ഡിക്രീസ് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി എന്താണ് ഈ സ്റ്റാർട്ടിങ് ഫംഗ്ഷൻ. ഈ ഫംഗ്ഷനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അതെങ്ങനെയാണ് ഇനീഷ്യൽ വെലോസിറ്റി ആദ്യം കുറഞ്ഞു, പിന്നെ നെഗറ്റീവായി, പിന്നെ വീണ്ടും 0 ആയി? എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? കാരണം ആക്സലറേഷൻ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ അല്ല, യൂണിഫോം ആക്സലറേഷൻ അല്ല. ഇറ്റ് ഈസ് എ വേരിയിങ് ആക്സലറേഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പോൾ ടൈം അനുസരിച്ചിട്ട് അത് ചിലപ്പോൾ നെഗറ്റീവ് ആവും, ചിലപ്പോൾ പോസിറ്റീവ് ആവും. കാരണം ഈ ഫംഗ്ഷൻ ഇങ്ങനെയാണ്, 6t - 6 എന്നുള്ളൊരു ഫംഗ്ഷനാണ്. 6t - 6 എന്നുള്ള ഫംഗ്ഷനാണ്. Okay, so we can wind up this session. Thank you.